80 പിന്നിട്ട പഴയകാല സഹപ്രവർത്തകർക്ക് ആദരം നൽകി അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ അധ്യാപകരും അനധ്യാപകരും. പൂർവ്വ ജീവനക്കാരുടെ കൂട്ടായ്മയായ സുഹൃതം ഗ്രൂപ്പാണ് ആദരമൊരുക്കിയത്. 80 വയസ്സ് പിന്നിട്ട 15 സഹപ്രവർത്തകരാണ് സുഹൃതം ഗ്രൂപ്പ് കൂട്ടായ്മയിലുള്ളത്. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആദ്യ പ്രിൻസിപ്പാളായ KL ജോൺസൺ, 93 വയസ്സ് പിന്നിട്ട AO വർഗീസ്, 98 വയസ്സുള്ള പുളിക്കൻ ജോർജ് തുടങ്ങിയവരെല്ലാം ആദരമേറ്റുവാങ്ങി. ശാരീരിക അവശത കാരണം വിശ്രമിക്കുകയായിരുന്ന ജോർജ് മാസ്റ്ററെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയാണ് സുഹൃതം ഗ്രൂപ്പ് ആദരിച്ചത്. പുതുമയാർന്നതും സമൂഹം ആഗ്രഹിക്കുന്നതുമായ പ്രവർത്തനങ്ങളാണ് സുഹൃതം ഗ്രൂപ്പ് നടത്തിവരുന്നത്. സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ വെട്ടത്ത് ആദര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പേടി എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു വിഷമമല്ലേ. അതുപോലെ അങ്ങനെ പേടിച്ചിരുന്ന ഒരു കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളെയൊക്കെ കാണുമ്പോൾ വീണ്ടും ആ പേടി ഒന്നും കൂടെ ഉയർന്നു വരികയാണ്. ബഹുമാനം കൊണ്ടും സ്നേഹം കൊണ്ടുള്ള ഒരു പേടിയാണത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ എന്ത് പറയുക? അപ്പോൾ നിങ്ങളെ നിന്ന് കേൾക്കാനാണ് എനിക്ക് ആഗ്രഹം. അപ്പം നിങ്ങൾ ഈ ലോകത്തെ അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തെ നയിച്ചുകൊണ്ട് കടന്നുപോയിരിക്കുന്ന വലിയ നേതാക്കളാണ്. അതാണ് എനിക്ക് നമ്മൾ സാധാരണ നമ്മൾ ഈ കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ നാട്ടിന് പുറത്താണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മരങ്ങളാണ് വീട്ടി തേക്ക് അല്ലേ. വീട്ടി തേക്ക് നല്ല മരങ്ങളാണ്. പക്ഷെ അത് ചെറുതായിരിക്കുമ്പോൾ അതിന് കാതലൊന്നും ഉണ്ടാവില്ല അല്ലേ, അതിങ്ങനെ വലിയ ബലമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതിനിങ്ങനെ പ്രായം ചെല്ലും തോറും അതിൻ്റെ കാതലിങ്ങനെ കട്ടി കൂടി വരും, അതിൻ്റെ മൂപ്പ് ഇങ്ങനെ കൂടും തോറും അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഗുണം അല്ലേ, ഗുണം പ്രാധാന്യം അതിങ്ങനെ കൂടി വരും. അപ്പം അതുപോലെ തേക്കും വീട്ടിയുമായിരിക്കും നിങ്ങൾ. ഞാൻ എനിക്ക് അതിനോടാണ് സാദൃശ്യപ്പെടുത്താൻ പറ്റുന്നത്. ഉത്തമരായിട്ടുള്ള മരങ്ങളിൽ ഉത്തമമാണ് ഈ തേക്ക് വീട്ടിയൊക്കെ. അപ്പം അതിനിങ്ങനെ പ്രായം കൂടും തോറും അതിൻ്റെ ഈ കാതല്, അതിൻ്റെ കളറും അതുപോലെ തന്നെ അതിൻ്റെ ഗുണവും മേന്മയും എല്ലാം വർദ്ധിക്കുന്നത് പോലെ നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഈ പ്രാധാന്യം കുറഞ്ഞു വരികയല്ല, നിങ്ങളുടെ കൂടി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മുൻ അധ്യാപിക പ്രസന്ന അധ്യക്ഷയായി. 2017 നമ്മുടെ സുഹൃതം എന്ന ഗ്രൂപ്പ് നമ്മുടെ പ്രിയപ്പെട്ട ലിസി നാസർ ടീച്ചറുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. അന്ന് ഒരു മീറ്റിംഗ് കൂടി CK ജോസഫ് മാസ്റ്റർ ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ എന്നെ ആൻഡ് ടീച്ചറെ ഇതിൻ്റെ സാരഥികളായിട്ട് തിരഞ്ഞെടുത്തു. ഇതുവരെ ഞങ്ങൾ 10 കൊല്ലായി. അപ്പോൾ സുഹൃതം എന്ന ആ കുട്ടിയാണ് ജനിച്ചിട്ട് ഇന്ന് 10ാമത്തെ വയസ്സാണ് 2026. ഇതുവരെ ഞങ്ങള് ആ സുഹൃത്തിനെ നല്ല ഭംഗിയായിട്ട് കൊണ്ടു നടത്തുന്നത് ഞങ്ങളുടെ വിചാരം. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം ഉണ്ടായിരുന്നു, എല്ലാവരും സഹകരിച്ചിരുന്നു. സുഹൃതം ഇത്രയ്ക്കും ഭംഗിയായിട്ട് ആ ഗ്രൂപ്പ് വളരാനായിട്ട്. മുൻ അധ്യാപകരായ PR വർഗീസ്, MP കൊച്ചുത്രേസ്യ, KA പുറിഞ്ചു, KA ഔസിഫ്, ലിസി ലാസർ, CKS ജോസഫ്, ജെയിംസ് P പോൾ, PD ഇട്ടിയച്ചൻ, സ്റ്റെയിനി ചാക്കോ, CM ജോഷി, ആനി തെക്കത്ത്, പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തകൻ ഹരി P നായർ, KV ജെസ്സി എന്നിവർ സംസാരിച്ചു. പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് പലരും അവരുടെ കുറ്റമല്ല, കാലത്തിൻ്റെ ഒരു കൗതുകമാണ്. പഴയ കാര്യങ്ങൾ, പിന്നിട്ട കാര്യങ്ങൾ, പോയ കാല സ്മരണകൾ പഠിച്ച് വിദ്യാലയം പഠിപ്പിച്ച അധ്യാപകർ, രക്ഷിതാക്കൾ, അച്ഛൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ അവർ പകർന്നു തന്നിട്ടുള്ള നല്ല ഉപദേശങ്ങൾ, അറിവുകളൊക്കെ ഓർത്തു വെച്ചുകൊണ്ടല്ല പലരും മുന്നോട്ടുള്ള യാത്ര. പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ അതിൽ അഭിരമിച്ചുകൊണ്ട് അതിൻ്റെ ആനന്ദങ്ങളിലും ഉല്ലാസങ്ങളിലും വർത്തമാന സുഖങ്ങളിൽ ജീവിക്കുന്നവരാണ് ഒട്ടുമിക്കവരും. അവിടെയാണ് നമ്മൾ ഈ ലാഭം എന്ന് പറയുന്ന ലിസി ടീച്ചർ ഉണ്ട് ഇല്ലേ, കണക്ക് പഠിപ്പിച്ചവർ, ജോഷി മാഷ് കണക്ക് പഠിപ്പിച്ചവർ പഠിപ്പിച്ചിട്ടുള്ളതേ വിറ്റ വില മൈനസ് വാങ്ങിയ വില ഈക്വൽ ടു ലാഭം. അങ്ങനെ തന്നെ അല്ലേ, വിറ്റ വില കൂടുതലാണെങ്കിൽ മൈനസ് വാങ്ങിയ വില ലാഭം. ഈ ലാഭം എന്ന് പറയുന്ന ജീവിതത്തിൽ വർത്തമാനകാലവും ഭാവി മാത്രം ചേർന്നതല്ല, പോയ കാലത്തിൻ്റെ ഓർമ്മകളെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ, അതിനനുസരിച്ച് ജീവിക്കുവാൻ, നമ്മുടെ അടുത്ത തലമുറയ്ക്കും അതൊക്കെ പകർന്നു കൊടുക്കുവാൻ, പറഞ്ഞു കൊടുക്കുവാൻ പറ്റുന്നിടത്താണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ സുഖവും ലാഭവും ഇരിക്കുന്നത്.